ക്രിസോഫില്ലം കൈനിട്ടോ അല്ലെങ്കിൽ ഗോൾഡൻ ലീഫ് ട്രീ എന്നറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റി ട്രീയിലുണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി മരമാണെന്ന് പറയാനുള്ള കാരണം ഈ മരത്തിൻ്റെ ഇലകൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് മുകളിൽ നല്ല പച്ച കളറും താഴേക്ക് കരിയിലയുടെ കളറും അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറുമാണ് ഈ ഇലകൾക്കുള്ളത്. അപ്പോൾ ഈ ചെറുതായിട്ടുണ്ടായി കിടക്കുന്ന ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് സ്റ്റാർ ആപ്പിൾ അല്ലെങ്കിൽ മിൽക്ക് ഫ്രൂട്ട്. ഇത് ബെറീസ് പോലെ ഇത്രയും ചെറുതല്ല, ഇതത് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു 5 to 10 സെൻറ്റിമീറ്റർ വരെയും ഡയമീറ്റർ വരുന്ന ഒരു അത്യാവശ്യം വലിയൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഈ ഇലകൾ കണ്ടോ, നല്ല പച്ച കളർ ഇലകൾ. ഇനി അത് പൊക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കരിയിലയുടെ കളറാണ്. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കരിയില നിറഞ്ഞു നിൽക്കുന്ന ഒരു മരമായിട്ടേ തോന്നും. പക്ഷേ പല ആംഗിളിൽ നിന്നും പല കളറുമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു അലങ്കാര മരമായിട്ടും കണക്കാക്കാം, കൂടെ ഫ്രൂട്ടും കിട്ടും. ഒരു 8 മുതൽ 20 മീറ്റർ വരെ വരുന്ന ഒരു ചെറുമരമാണിത്. അതുപോലെ തന്നെ ഇതൊരു കരീബിയൻ നേറ്റീവ് മരമാണ്. കരീബിയൻ ആയതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റാണ്. നല്ല ടെമ്പറേച്ചറുള്ള ഏരിയാസിലാണ് ഇത് വളരുന്നത്. പക്ഷേ വെൽ ഡ്രെയിൻഡ് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലും ആയിരിക്കണം. അതായത് എന്തുകൊണ്ടും കേരളത്തിൽ വളരാൻ പറ്റുന്ന ഒരു മരമാണിത്. ഇനി നമുക്ക് ഫ്രൂട്ടിലേക്ക് വരാം. ഈ ഫ്രൂട്ട് ഒരു 5 to 10 സെൻറ്റിമീറ്റർ വരുന്ന അത്യാവശ്യം വലിയൊരു ഫ്രൂട്ടാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ഫ്രൂട്ടിൻ്റെ കളർ വരുന്നത് യെല്ലോ, പർപ്പിൾ, ഗ്രീന് എന്നീ കളറിലാണ്. അപ്പോൾ ഈ കാണുന്നത് അത്യാവശ്യം വലുതായി, പക്ഷേ സ്റ്റിൽ പച്ചയാണ്. പഴുക്കുമ്പോഴേക്കും ചെറിയൊരു ലൈറ്റ് പർപ്പിൾ കളർ വന്നു, ഈ കാണുന്ന പോലെ അത്യാവശ്യം ചെറുതായിട്ട് ലൈറ്റ് പർപ്പിൾ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്കിന്നാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വ്രിങ്കിൾഡ് ആവും. അപ്പോൾ ഈ കാണുന്നതാണ് മിൽക്ക് ഫ്രൂട്ട്. അപ്പോൾ ഇത് പറഞ്ഞ മാതിരി തന്നെ സ്കിന്നൊക്കെ ചെറുതായിട്ട് വ്രിങ്കിളായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറാണെങ്കിൽ പതുക്കെ പർപ്പിളിലേക്ക് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കൂടുതലും പച്ച കളറാണ് ഇതിനുള്ളത്. പക്ഷേ ഇത് പഴുത്തിട്ടുണ്ട്, അത്യാവശ്യം കഴിക്കാൻ പാകത്തിന് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അതുപോലെ ഇതിൻ്റെ സീഡ്സും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം, ഈ ഫ്ലഷൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ വട്ടമല്ല കട്ട് ചെയ്യുന്നത്, പക്ഷേ വട്ടം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഉള്ളിലൊരു സ്റ്റാർ ഷേപ്ഡ് ഡിസൈൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർ ഷേപ്ഡ് ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് സ്റ്റാർ ആപ്പിൾ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. പിന്നെ ഇത് വേൾഡ് വൈഡ് എല്ലായിടത്തും തന്നെ കുറേ ഇടത്തുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ലോക്കൽ നെയിംസ് ഉണ്ട്. കൈമീറ്റോ, അബിയബ, സ്റ്റാർ പ്ലം, വെസ്റ്റ് ഇന്ത്യൻ സ്റ്റാർ ആപ്പിൾ, എസ്ട്രെല്ല, അഗ്വൈറ്റ്, പൊമേഡി ലൈറ്റ് എന്നിവയൊക്കെ ഇതിൻ്റെ പേരുകളാണ്. പല രാജ്യങ്ങളിലായിട്ട് ഉള്ള ഇതിൻ്റെ പേരുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലഷ് ഭൂരിഭാഗവും മിൽക്കി വൈറ്റ് ഫ്ലഷാണ്. പക്ഷേ അവിടെ ഇവിടെയായിട്ട് പലയിടത്തായിട്ട് പർപ്പിൾ കളേഴ്സിൻ്റെ ഒരു ടിഞ്ചസ് കാണാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം പശയുണ്ടെന്ന് തോന്നുന്നു, കയ്യിലൊക്കെ അത്യാവശ്യം ഒട്ടി പിടിക്കുന്നുണ്ട്. അത് മാത്രമല്ല കത്തിയിൽ അതിൻ്റെ ഒരു സ്റ്റെയിൻസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കത്തിയിലുള്ള സ്റ്റെയിൻസ്. നല്ല അത്യാവശ്യം പശവശപ്പുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ലിക്വിഡിൻ്റെ കളറ് ഏകദേശം ഒരു വൈറ്റിഷ് കളറാണ്. ഒരു മിൽക്കി കളർ തന്നെയാണ് അതിൻ്റെ ലിക്വിഡിന് വരുന്നത്. അത് ആ പശയും കൂടെ കൂടിയിട്ടായി. ഇനി നമുക്ക് ഇതിൻ്റെ സീഡ്സിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ നോക്കാം. അത്യാവശ്യം കുറച്ച് ഫ്രഷ് സീഡിലേക്ക് പറ്റി ഇരിക്കുന്നുണ്ട്. അതൊന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഏകദേശം ഒരു ഹാർഡ്നെസ്സും ടെക്സ്ചറും കിട്ടും. അപ്പോൾ ഇത് ഒരു ഒച്ചിൻ്റെ ഷേപ്പിലാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. ഒരു ഒച്ചിൻ്റെ ഷേപ്പ് തന്നെ ഉണ്ട് ഇത്. അപ്പോൾ നല്ല ഹാർഡ് പുറന്തോടുള്ള, എനിക്ക് താഴേക്ക് ഒരു ഹേ കളറുള്ള, ഒരു ടാൻ കളറുള്ള ബോഡിയുള്ള ഒരൊച്ച്, അതാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാ ഫ്രഷ് ഫ്രൂട്ട്സും പോലെ തന്നെ ഈ ഫ്രൂട്ടിനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അതായത് ഇതിൻ്റെ അകത്തുള്ള നല്ല ഹൈ ഫൈബ്രസ് കണ്ടൻറ്റ് ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വൈറ്റമിൻ സി കണ്ടൻറ്റ് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ അനീമിയ ഡെഫിഷ്യൻസി മാറ്റാനുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഹൈ ഫൈബർ കണ്ടൻറ്റ് ബ്ലഡ് ഷുഗർ ലെവൽസ് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഇതിനുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് ഫുള്ളി പർപ്പിൾ ആവാത്തത് കാരണമായിരിക്കാം ഇതിൻ്റെ തൊണ്ടിനോട് അടുപ്പിച്ച് നമ്മൾ ഫ്ലഷ് ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ കത്തിയിൽ അത്യാവശ്യം നല്ല പശ പിടിക്കുന്നുണ്ട്. ഒരു വൈറ്റിഷ് കളർ ലിക്വിഡ്, പശയോട് കൂടി ഒരു വൈറ്റിഷ് കളർ ലിക്വിഡ് കത്തിയിൽ നല്ലോണം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നല്ല യുണീക്ക് ടേസ്റ്റാണ് ഇതിനുള്ളത്. നല്ല ക്രീമി ആൻഡ് ഫ്ലഷിയാണ്, പിന്നെ നല്ല ജ്യൂസിയുമാണിത്. ചെറിയൊരു ചെനപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അത് ചിലപ്പോൾ ആ തൊണ്ടിൻ്റെ അറ്റത്തെ ഭാഗമായതുകൊണ്ടായിരിക്കാം.
പിന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്കിത് ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെയോ ലിച്ചിയുടെയോ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സ്വീറ്റ്നെസ് ആണെങ്കിൽ ലിച്ചിയുടെ പോലെ തന്നെ അത്യാവശ്യം ഒരു മൈൽഡ് സ്വീറ്റാണ്. നല്ല രസമുണ്ട് ഇത് കഴിക്കാനായിട്ട്. നല്ല പ്ലസൻറ്റ് ഫ്രൂട്ടി അരോമയാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ടേസ്റ്റ് വൈസ് നല്ല പ്ലസൻറ്റ് ടേസ്റ്റാണിത്. നല്ല ലിക്വിഡ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല റിഫ്രഷിങ്ങുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു ചെറുമരമൊക്കെ നട്ടുപിടിപ്പിക്കാൻ പാകത്തിനൊരു ഗാർഡൻ സ്പേസ് ഉള്ള വീടുകൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് പോലെ തന്നെയുള്ള പ്ലാന്റാണ്. കൂടെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടും കിട്ടും. കേരള മാർക്കറ്റിൽ അധികം ഈ ഫ്രൂട്ട് എവിടെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും വാങ്ങിച്ച് നട്ടു വളർത്താനായിട്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.